കാനഡയിലെ 1 2 വർഷത്തെ പഠിപ്പ് കഴിഞ്ഞ് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കൂടി കഴിഞ്ഞാൽ നമുക്ക് PR-നുള്ള എലിജിബിലിറ്റി മീറ്റ് ആവും. അതുവഴി PR ലഭിക്കും എന്നുള്ളൊരു സിസ്റ്റത്തിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ രാജ്യത്തിലേക്ക് കയറി പോന്നിട്ടുള്ളത്. പക്ഷെ റിയാലിറ്റി ഈസ് സിസ്റ്റം എപ്പോൾ വേണമെങ്കിലും മാറാം. ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. ഈ അടുത്ത് നടന്നിട്ടുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന്റെ ഡ്രോയുടെ പാറ്റേൺ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഈ ചേഞ്ച് വളരെ എവിഡന്റ് ആണ്. പകരം ഗവൺമെന്റ് ഇപ്പോൾ PR കൊടുക്കാനായിട്ട് ഫേവർ ചെയ്യുന്നത് ഫ്രഞ്ച് അറിയുന്നവർക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതെന്താ ഗവൺമെന്റ് അങ്ങനെ ഒരു ടോക്ക് നമുക്ക് തോന്നും. ഒരുപാട് രാജ്യക്കാരെ PR കിട്ടാതെ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത് എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് മലയാളികളുടെ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത് മലയാളിയുടെ DNA-യിലുള്ള ഒരു ഹിഡൻ ടാലന്റ് ആണെന്നുള്ളത് ഇവിടുത്തെ ഗവൺമെന്റിന് അറിയില്ലല്ലോ. നമുക്ക് ഒരു തമിഴ് സിനിമ ഒരു സബ് ടൈറ്റിൽ പോലും ഇല്ലാതെ ഒറ്റയിരിപ്പിന് മുഴുവനും കണ്ടു തീർക്കാൻ പറ്റും. ഈ അല്ലു അർജുനും രാജമൗലിയും തെലുങ്കും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അഭേദ്യമായ ആത്മബന്ധമാണ്. രക്ഷിത് ഷെട്ടി, ഋഷഭ് ഷെട്ടി, രാജ് ബി ഷെട്ടി ഇവരുടെയൊക്കെ വില കർണാടകക്കാർ മനസ്സിലാക്കണേക്കാളും മുമ്പ് ആദ്യം മനസ്സിലാക്കിയത് മലയാളികളാണ്. പിന്നെ ബോളിവുഡ് ബേസിക്കലി സർവൈവ് ചെയ്യുന്നത് നമ്മൾ കാരണമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് അറബി മാത്രമായിരിക്കില്ല, ഹിന്ദിയിലും അതിനേക്കാളും നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കും. വെസ്റ്റേൺ കൺട്രീസിൽ പോയാൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ സായിപ്പിന്റെ അതേ ആക്സെന്റ് നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഹൗ ഐ ടോക്ക് റൈറ്റ് നൗ. സോ ഗവൺമെന്റിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആളറിഞ്ഞ് പോളിസി ഉണ്ടാക്കുക അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കും.